നമസ്കാരം, ഞാൻ റോബിൻ മാത്യു പിള്ളശ്ശേരി. നമുക്ക് പല ആൾക്കാർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നറിയത്തില്ല. നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. വാഷിംഗ് മെഷീൻ്റെ അകത്ത് രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന രണ്ട് വല പോലത്തെ റൗണ്ട് ഐറ്റംസ് ഉണ്ട്. അതിന് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഈ ഉള്ളിൽ കാണുന്ന ഈ വലിയ റൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് അഴിച്ചെടുക്കണം. അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ആ റൗണ്ട് ഐറ്റം നമ്മൾ അഴിച്ചു ഒന്നി മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പ്ലസിൻ്റെ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. അത് സ്റ്റാറിൻ്റെയോ മൈനസിൻ്റെയോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കത് ഊരിയെടുക്കണം. അതിന് മുമ്പായിട്ട് അതിനെ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് ശക്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നാലും നമുക്ക് ആ സ്ക്രൂ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ആ സ്ക്രൂവിനെ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഉണ്ടോ? ഇതാണ് നമ്മുടെ പല വീട്ടുകളുടെയും വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തുള്ള അവസ്ഥ. ഇതിനെ നമ്മളിനി നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാം. ആ ഭാഗത്താണ് നമ്മൾ അഴുക്കുകളൊക്കെ അകത്തേക്ക് വലിക്കുന്നത്. അവിടെ ഒരുപാട് അഴുക്കുകൾ കട്ട പിടിച്ച് കിടപ്പുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചോ സ്പൂണിൻ്റെ തവി ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിന് രണ്ട് സൈഡിലുണ്ട്. അതിന് രണ്ട് ശേഷം നല്ല രീതിയിൽ വെള്ളം ശക്തമായി ഒഴിച്ച് കഴുകി അത് പുറത്ത് കളയണം. ഈ അഴുക്കുകൾ നമ്മൾ മൊത്തത്തിൽ വാരിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ ആ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ അത് കയറി ഇത് അടയും. അതുകൊണ്ട് നമ്മളിതിനെ മൊത്തത്തിൽ വാരി പുറത്ത് കളയും. അതിനുശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതിനെ നന്നായി ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നു. ഇതിൻ്റെ അകത്തിരിക്കുന്ന വീലിനെ നമ്മൾ ഒന്നുകൂടെ അതിനെ കഴുകിയെടുക്കണം. ഇതിനെ നമ്മൾ കഴുകിയെടുക്കാം. നമ്മൾ കഴുകിയെടുത്തിരിക്കണം. അത് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ നമ്മൾ തിരിച്ചു വെക്കുകയും ആ സ്ക്രൂ അതിലിട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ആ സെൻറ്ററിലിരിക്കുന്ന കപ്പിനെ നമ്മൾ വീണ്ടും അതിലേക്ക് ഉറപ്പിച്ചാൽ മാത്രം മതി. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസ്സാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലുമുള്ള ഒരു വല, അതിനെ നമ്മൾ ഇനി നന്നായി ക്ലീൻ ചെയ്യണം. അതിനെ ഓപ്പണാക്കാൻ പറ്റുന്ന രീതിയിലാണത്. ഓപ്പണാക്കി രണ്ടായിട്ട് അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. പൈപ്പിൻ്റെ ശക്തിയുള്ള പൈപ്പിൻ്റെ കീഴിൽ വെച്ച് ഇതിനെ നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിന് വീണ്ടും അതേപോലെ തന്നെ പഴയ രൂപത്തിൽ തന്നെ ഫിറ്റ് ചെയ്യുക. ഇതും പഴയ രീതിയിൽ തന്നെ അതിനെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.